നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സൂര്യകാലടി. കാലടിയിൽ ഭട്ടതിരിയുടെ ഇല്ലം കുമാരനല്ലൂർ ഗ്രാമത്തിൽ ഉൾപ്പെട്ട നെട്ടാശ്ശേരി എന്ന ദിക്കിലായിരുന്നു. ഈ ഇല്ലത്തുള്ളവർക്ക് പാരമ്പര്യമായിട്ട് തന്നെ മന്ത്രവാദമുണ്ടെന്നും ഗണപതി പ്രത്യക്ഷമാണെന്നും പ്രസിദ്ധമാണല്ലോ. ഇവരുടെ മന്ത്രവാദത്തിന് അനന്യസാധാരണത്വം സിദ്ധിക്കുന്നതിനും ഗണപതി പ്രത്യക്ഷീഭവിക്കുന്നതിനുമുള്ള കാരണങ്ങൾ ചുരുക്കായിട്ട് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. ഒരിക്കല് ഈ ഇല്ലത്തുള്ള ഒരു ഭട്ടതിരിയും അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ വേറെ ഒരു നമ്പൂരിയും കൂടി തൃശ്ശിവപ്പേരൂര് പൂരം കാണാനായി അങ്ങോട്ട് പുറപ്പെട്ടു. ഇരിങ്ങാലക്കുടയ്ക്ക് സമീപമായപ്പോൾ നേരം വൈകിയതുകൊണ്ട് ഒരു ഇല്ലത്ത് കയറി പകലെ ഊണും സന്ധ്യാവന്തനമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് യക്ഷിപ്പറമ്പ് എന്ന സ്ഥലത്തിന് സമീപമായപ്പോൾ സർവാംഗസുന്ദരികളായ രണ്ട് മനുഷ്യ സ്ത്രീകള് വഴിയിൽ നിൽക്കുന്നത് ആ നമ്പൂരിയാര് കണ്ടു. ഇവര് അടുത്തു ചെന്നപ്പോൾ ആ സ്ത്രീകൾ ചോദിച്ചു, ഹേയ്, തിരുമേനിമാര് എങ്ങോട്ടാ ഈ അസമയത്ത് എഴുന്നള്ളത്ത് എന്ന് ചോദിച്ചു. അപ്പോ ഭട്ടതിരി പറഞ്ഞു, ഹേയ്, ഞങ്ങള് പൂരത്തിന് പോവുക എന്ന് പറഞ്ഞു. ഉടനെ അത് കേട്ടപാടെ സ്ത്രീകൾ ചോദിച്ചു, അയ്യോ, ഇവിടെ അങ്ങോട്ട് ചെല്ലും തോറും യക്ഷിപ്പറമ്പെന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇതിലെ മനുഷ്യരാരും നടക്കാറില്ല. ഇതൊരു വൈഷമ്യം പിടിച്ച സ്ഥല. അത് അവിടുന്ന് കേട്ടിട്ടില്ലായിരിക്കോ? എന്തായാലും എഴുന്നള്ളത്ത് ഇന്ന് വേണ്ടാന്നാണ് അടിയങ്ങൾക്ക് തോന്നണത്. എഴുന്നള്ളിയാൽ എന്തെങ്കിലും ആപത്തുണ്ടാവും. അങ്ങനെ വളരെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നമ്പൂരി അങ്ങട് ഒന്ന് പരിഭ്രമിച്ചു. ഹേയ്, ഞങ്ങൾക്ക് ഈ ദിക്കിലെങ്ങും ആരെയും പരിചയമില്ല. ഞങ്ങള് ഈ ദിക്കുകാരുമല്ല. ഇന്ന് പോകണ്ട എന്ന് വച്ചാൽ കേറിക്കിടക്കുന്നതിന് എവിടെയാ ഒരു സൗകര്യമുള്ളത്? ഇവിടെ അടുക്കലെങ്ങാനും വല്ല ശൂദ്രവീടുകളോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചു. അത് അടിയങ്ങളുടെ കുപ്പമാടം ഇവിടെ അടുക്കലാണ്. വിരോധമില്ലെങ്കിൽ അങ്ങോട്ട് എഴുന്നള്ളിയാൽ ഇന്ന് രാത്രി അവിടെ കിടക്കാം എന്ന് സ്ത്രീകൾ പറഞ്ഞു. ഇങ്ങനെ ആ സ്ത്രീകളും ഈ ബ്രാഹ്മണരും കൂടി കുറഞ്ഞൊരു നേരത്തെ സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും അസമയത്ത് പോയാൽ വല്ലതും ആപത്ത് സംഭവിച്ചെങ്കിലോ എന്നുള്ള ഭയം കൊണ്ടും ഈ സുന്ദരികളോടുകൂടി പോയാൽ അന്നത്തെ രാത്രി സുഖമായി കഴിച്ചു കൂട്ടാമെന്നുള്ള മോഹം കൊണ്ടും ഭട്ടതിരിയും നമ്പൂരിയും ആ സ്ത്രീകളുടെ വീട്ടിലേക്ക് പോവാം എന്ന് തന്നെ അങ്ങോട്ട് തീർച്ചയാക്കി. പിന്നെ അവർ 4 പേരും കൂടി അവിടെ നിന്ന് പോയി. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ വലുതായിട്ട് ഒരു മാളിക കണ്ടു. ഈ സ്ത്രീകള് ബ്രാഹ്മണരെ ആ മാളികയിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അടുത്തടുത്ത് വിശാലമായ 2 മുറികൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിൽ ഭട്ടതിരിയെയും ഒന്നിൽ ആ നമ്പൂരിയെയും കൊണ്ടു ചെന്ന് കിടത്തി. 2 മുറികളിലും ഓരോ സ്ത്രീകൾ അങ്ങോട്ട് ചെന്നുകൂടി. ഭട്ടതിരി കിടന്ന മുറിയിൽ ചെന്ന ആ സ്ത്രീ ഭട്ടതിരിയെ തൊട്ടപ്പം തന്നെ അദ്ദേഹത്തിന് ബോധമില്ലാതായി. ഉടനെ അവൾ അദ്ദേഹത്തെ ഭക്ഷിക്കാനും തുടങ്ങി. എന്നാൽ അപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന നമ്പൂരിക്ക് പതിവായി ദേവീമാഹാത്മ്യം പാരായണമുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ദേവീമാഹാത്മ്യം ഗ്രന്ഥമുണ്ടായിരുന്നു. ആ ഗ്രന്ഥം തലയ്ക്കൽ വച്ചുകൊണ്ടാണ് കിടക്കുക പതിവ്. അന്നും ഗ്രന്ഥം തലയ്ക്കൽ വച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന ആ സ്ത്രീ പറഞ്ഞു, അല്ല തിരുമേനി, ആ ഗ്രന്ഥം അവിടെ താഴെ എങ്ങാനും വച്ചേക്കൂ. അതെന്തിനാ ഈ തലയ്ക്കൽ വച്ചിരിക്കണത് എന്ന് ചോദിച്ചു. ഹേയ്, പാടില്ല, ഇത് താഴെ വയ്ക്കാൻ പാടില്ല. തലയ്ക്കൽ വച്ചുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങുക പതിവ് എന്ന് നമ്പൂരി തിരിച്ചങ്ങോട്ട് പറയുകയും ചെയ്തു. പിന്നെയും ഗ്രന്ഥം താഴെ വയ്ക്കാൻ ആ സ്ത്രീ വളരെ അങ്ങോട്ട് നിർബന്ധിച്ചു. എങ്കിലും നമ്പൂരി സമ്മതിച്ചില്ല. അപ്പോഴേക്കും മറ്റേ മുറിയിൽ
ഭട്ടതിരിയുടെ എല്ലുകൾ കടിച്ച് പൊട്ടിക്കുന്നതിൻ്റെയും ചോര കുടിക്കുന്നതിൻ്റെയും ശബ്ദം കലശിലായിട്ട് ഈ മുറിയിൽ കേട്ടു തുടങ്ങി. നമ്പൂരിക്ക് കുറേശ്ശെ ഭയവും ചില സംശയങ്ങളൊക്കെ തോന്നിത്തുടങ്ങി. എന്തായാലും അവിടെ കിടന്നുകൊണ്ട് ഭട്ടതിരിയെ ഉറക്കി അങ്ങോട്ട് വിളിച്ചു. ഭട്ടതിരിയെ അപ്പോഴേക്കും മുക്കാലും ഭക്ഷിച്ച് കഴിഞ്ഞിരുന്നു. പിന്നെ ആര് വിളി കേൾക്കാൻ? ഭട്ടതിരി വിളി കേൾക്കാതിരിക്കുകയും അടുക്കൽ നിൽക്കുന്ന സ്ത്രീ ഗ്രന്ഥം താഴെ വയ്ക്കാൻ നിർബന്ധിക്കുകയും ചെയ്തത് കണ്ടപ്പോൾ ആകപ്പാടെ കാര്യം അത്ര പന്തിയല്ലെന്നും ഈ സ്ത്രീകൾ കേവലം മനുഷ്യ സ്ത്രീകളല്ലെന്നും നമ്പൂരിക്ക് മനസ്സിലായി. നമ്പൂരിക്ക് ഭയം കലശലായി തീർന്നു. അദ്ദേഹം ഗ്രന്ഥം കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് തന്നെ കിടുകിടാന്ന് വിറച്ച് അവിടെ അങ്ങോട്ട് കിടന്നു. അദ്ദേഹത്തിന് ലവലേശം ഉറക്കം വരികയും അദ്ദേഹം ഉറങ്ങുകയും ഉണ്ടായില്ലെന്ന് പ്രത്യേകിച്ച് എൻ്റെ കഥാപ്രേമികളോട് പറയണമെന്നില്ലല്ലോ. അങ്ങനെ അന്ത്യയാമമാകുന്നതുവരെ ആ സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആ മുറിയിൽ അങ്ങനെ നിന്നു. അങ്ങനെ അന്ത്യയാമം കഴിഞ്ഞതോടുകൂടി രക്ഷയില്ല എന്ന് കരുതി ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴും നമ്മുടെ നമ്പൂരി നിശ്ചേഷ്ടനായി ആ കട്ടിലിൽ തന്നെ ഉറങ്ങാതെ അങ്ങനെ കിടന്നു. അങ്ങനെ നേരം വെളുത്തപ്പോ അവിടെ മാളികയുമില്ല, സ്ത്രീകളുമില്ല. നമ്പൂരി ഒരു വലിയ കരിമ്പനയുടെ മുകളിലാണ് ഇരിക്കണത്. പിന്നെ അദ്ദേഹം വളരെ തത്രപ്പെട്ട് ഒരു വിധത്തില് താഴെ ഇറങ്ങി. അപ്പോ അതിനടുത്തുള്ള മറ്റൊരു കരിമ്പനയുടെ ചുവട്ടിൽ ഭട്ടതിരിയുടെ നഖങ്ങളും കുടുമയും മാത്രം കിടക്കുന്നത് കണ്ടു. അപ്പോ തലേ ദിവസം കാണപ്പെട്ട സ്ത്രീകൾ മനുഷ്യ സ്ത്രീകളല്ലെന്നും യക്ഷികളായിരുന്നുവെന്നും അവരുടെ മായാബലം കൊണ്ട് അവരെ മനുഷ്യ സ്ത്രീകളാണെന്നും കരിമ്പന മാളികയാണെന്നും തോന്നിച്ചതാണെന്നും ഭട്ടതിരിയെ യക്ഷി ഭക്ഷിക്കുകയായിരുന്നുവെന്നും ദേവീമാഹാത്മ്യം എന്ന ഗ്രന്ഥം തൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ തൊടാൻ പറ്റാത്തതിനാലാണ് മറ്റേ യക്ഷി തന്നെ ഭക്ഷിക്കാഞ്ഞതെന്നും മറ്റും നമ്പൂരിക്ക് മനസ്സിലായി. ഉടനെ അദ്ദേഹം പൂരത്തിനൊന്നും പോവാണ്ട് തിരിച്ച് ഇല്ലത്തേക്ക് പോന്നു. അങ്ങനെ അന്ന് മരിച്ചുപോയ ആ ഭട്ടതിരിയല്ലാതെ ആ ഭട്ടതിരിയുടെ ഇല്ലത്ത് പുരുഷന്മാരാരും വേറെ ഉണ്ടായിരുന്നില്ല. മരിച്ചുപോയ ഭട്ടതിരിയുടെ അന്തർജനത്തിന് അന്ന് ഒരു ഗർഭമുണ്ടായിരുന്നു. നമ്പൂരി വന്ന് ഭട്ടതിരിയുടെ മരണവൃത്താന്തം ഭട്ടതിരിയുടെ അന്തർജനത്തിൻ്റെ അടുക്കൽ അറിയിച്ചു. അത് കേട്ടപ്പോൾ വിധവയായിത്തീർന്ന ആ അന്തർജനം അത്യന്തം വിഷാദമഗ്നയായി എന്നുള്ളത് എൻ്റെ കഥാപ്രേമികളോട് പറയേണ്ടതില്ലല്ലോ. പിന്നെ ആ പതിവ്രത തന്നെ ഭർത്താവിൻ്റെ ശേഷക്രിയകളെല്ലാം കഴിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഏറ്റവും തേജോമയനായ ഒരു പുത്രനെ ആ അന്തർജനം പ്രസവിച്ചു. അങ്ങനെ ആ ഉണ്ണിക്ക് ജാതകർമ്മം, നാമകരണം, അന്നപ്രാശനം, ചൗളം, ഉപനയനം, സമാവർത്തനം മുതലായവ യഥാകാലം വേണ്ടതുപോലെയെല്ലാം കഴിച്ചു. അതിനിടയ്ക്ക് തന്നെ വിദ്യാഭ്യാസം ചെയ്യിക്കുകയും വേദാധ്യായനം ചെയ്യിക്കുകയെല്ലാം ചെയ്തു. അത്യന്തം ബുദ്ധിമാനായ ആ ബ്രാഹ്മണകുമാരന് 16 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വേദാംഗ തത്വജ്ഞനായും സകല ശാസ്ത്ര പുരാണ ഇതിഹാസ പാരംഗതനായും തീർന്നു എന്ന് പറയാം. ആ സമയത്ത് തൻ്റെ അച്ഛൻ്റെ മരണവൃത്താന്തം അമ്മ പറഞ്ഞ് ആ ഉണ്ണിക്ക് മനസ്സിലായി. അങ്ങനെ തൻ്റെ അച്ഛനെ കൊന്ന ആ യക്ഷിയുടെ കഥ കഴിക്കുമെന്ന് അദ്ദേഹം നിശ്ചയിച്ച് ആ ഉദ്ദേശസിദ്ധിക്കായി സൂര്യനെ അങ്ങോട്ട് സേവിച്ചു തുടങ്ങി. അതികഠിനായിട്ടുള്ള തപസ്സുകൊണ്ട് അദ്ദേഹം സൂര്യഭഗവാനെ പ്രത്യക്ഷമാക്കി. സൂര്യഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ രൂപം ധരിച്ച് ഭട്ടതിരിയുടെ അടുക്കൽ ചെന്ന് ചില ദിവ്യമന്ത്രങ്ങൾ ഉപദേശിക്കുകയും പോരാത്തതെല്ലാം ഇതിൽ പറയുന്നുണ്ട്, ഇതിൽ നോക്കി ചെയ്തോളുക എന്ന് പറഞ്ഞ് ഒരു ഗ്രന്ഥം കൊടുക്കുകയും ചെയ്തിട്ട് മറഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഭട്ടതിരിക്ക് സൂര്യകാലടി എന്ന നാമം സിദ്ധിക്കുകയും പ്രസിദ്ധമാവുകയും ചെയ്തത്. അദ്ദേഹമാണ് വിശ്വവിശ്രുതനായ സൂര്യകാലടി എന്നറിയപ്പെടുന്ന ഭട്ടതിരി. അക്കാലം മുതൽ
ആ ഇല്ലത്ത് ഓരോ തലമുറയിൽ ഓരോരുത്തോർക്ക് സൂര്യൻ എന്നുകൂടി പേരിട്ടു തുടങ്ങി. അത് ഇന്നും നടന്നു വരണ്ട്. സൂര്യഭഗവാനിൽ നിന്ന് ഉപദേശവും ഗ്രന്ഥവും കിട്ടിയതിൻ്റെ ശേഷം സൂര്യഭട്ടതിരി വിവാഹം കഴിച്ച് ഗൃഹസ്ഥനായിട്ട് അങ്ങോട്ട് താമസിച്ചു. അക്കാലത്ത് സൂര്യദത്തമായ ഗ്രന്ഥം മുഴുവനും നോക്കി ഹൃദസ്ഥമാക്കി. അതൊരു മന്ത്രവാദ ഗ്രന്ഥമായിരുന്നതുകൊണ്ട് ഭട്ടതിരി പ്രസിദ്ധനായിട്ടുള്ള ഒരു മന്ത്രവാദിയായി അങ്ങോട്ട് തീർന്നു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിനുണ്ടായ പുത്രന്മാർക്കും സൂര്യഭഗവാനിൽ നിന്ന് തനിക്ക് കിട്ടിയ വിദ്യയെ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ തലമുറ തോറുമുണ്ടായ ഉപദേശം കൊണ്ട് ആ പാരമ്പര്യം ഇന്നും ആ ഇല്ലത്തുള്ളവർക്ക് കാണുന്നുണ്ട്. കാലടിയിൽ ഭട്ടതിരിയുടെ മന്ത്രവാദത്തിന് ഒരു അനന്യസാധാരണത്വമുണ്ടായത് എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. അങ്ങനെ ഈ മന്ത്രവാദത്തിലൊക്കെ അതിനിപുണനായി കഴിഞ്ഞപ്പോൾ ഈ സൂര്യഭട്ടതിരിയെ പല സ്ഥലങ്ങളിലും മന്ത്രവാദത്തിനായി കൊണ്ടുപോവുകയും അദ്ദേഹം പല ബാധകൾ ഒഴുക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മന്ത്രവാദം ചെയ്തിട്ട് ഒഴിയാതെ ഒരു ബാധയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടപ്പോൾ സൂര്യഭഗവാന്റെ ഉപദേശ സാഫല്യത്തെക്കുറിച്ച് ഭട്ടതിരിയുടെ മനസ്സിൽ തന്നെ നല്ല വിശ്വാസമുണ്ടായി. സൂര്യഭഗവാന്റെ ഉപദേശപ്രകാരം ചെയ്താൽ എല്ലാം ഫലിക്കുമെന്ന് കണ്ടപ്പോൾ ഇനി ഒട്ടും താമസിയാതെ തൻ്റെ അച്ഛനെ ഭക്ഷിച്ച യക്ഷിയെ ശിക്ഷിക്കണമെന്ന് അദ്ദേഹം അങ്ങോട്ട് നിശ്ചയിച്ചു. പിന്നെ അതിനു വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം സമ്പാദിച്ച് അതികഠിനമായ ഒരു ഹോമം അങ്ങോട്ട് തുടങ്ങി. ശിക്ഷാർഹയായ യക്ഷി ഏതാണെന്ന് നിശ്ചയമല്ലാത്തതുകൊണ്ട് അദ്ദേഹം പ്രപഞ്ചത്തിലുള്ള സകല യക്ഷികളെയും ഒന്നായിട്ട് അങ്ങോട്ട് ആവാഹിച്ചു. ഇദ്ദേഹത്തിൻ്റെ മന്ത്രശക്തി കൊണ്ട് നിവർത്തിയില്ലാതെയായിട്ട് സകല യക്ഷികളും അദ്ദേഹത്തിൻ്റെ അടുക്കൽ അങ്ങോട്ട് വന്നു. അപ്പോൾ ഭട്ടതിരി ചോദിച്ചു, എൻ്റെ അച്ഛനെ ഭക്ഷിച്ചത് നിങ്ങളിൽ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ യക്ഷികളും ഭയത്തോടുകൂടി ഞാനല്ല എന്ന് പറഞ്ഞു. ഉടനെ ഭട്ടതിരി യക്ഷികളെ ഓരോരുത്തോരെ ആയിട്ട് പൊന്നും വിളക്കും പിടിപ്പിച്ച് സത്യം ചെയ്യിച്ച് അങ്ങോട്ട് വിട്ടയച്ചു. അങ്ങനെ ശിക്ഷാർഹയായ ഒരു യക്ഷി ഒഴികെ ശേഷമെല്ലാവരും പോയി. അപ്പോ ഭട്ടതിരി തൻ്റെ പുരോഭാഗത്തിങ്കൽ ഭയവിഹ്വലയായി വിറച്ചുകൊണ്ട് നിൽക്കുന്ന ആ യക്ഷിയോടും സത്യം ചെയ്യാൻ പറഞ്ഞു. താൻ അപരാധിനിയായതുകൊണ്ട് സത്യം ചെയ്യുന്നതിന് നിവർത്തിയില്ലാതെ ആ യക്ഷി തൻ്റെ അപരാധത്തെ ഏറ്റുപറഞ്ഞു. അത് കേട്ട ഉടനെ ഭട്ടതിരി വിറച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ ഞാനിപ്പോൾ തന്നെ നിന്നെ നുറുക്കി ഹോമിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭട്ടതിരിയെ ഭയമുണ്ട് എന്നുണ്ടെങ്കിലും യക്ഷി പറഞ്ഞു, എന്നെ ഹോമിച്ചാൽ ഇന്നേക്ക് 41-ാം ദിവസം അങ്ങ് ചക്രശ്വാസം വലിച്ചു മരിക്കും എന്ന് യക്ഷി പറഞ്ഞു. ഈ യക്ഷിയുടെ ശാപമൊക്കെ വലിക്കും എന്നുള്ളത് നിശ്ചയ. അത് കേട്ടപ്പോൾ ഭട്ടതിരി ഒന്ന് ഞെട്ടി. എന്നിട്ട് ഭട്ടതിരി ആ യക്ഷിയോട് ചോദിച്ചു, അങ്ങനെ വരാതിരിക്കാൻ ഒരു മാർഗമില്ലെന്ന് വരുമോ എന്ന് ചോദിച്ചു. അത് കേട്ടപാടെ അപരാധിയായ ആ യക്ഷി പറഞ്ഞു, 41-ാം ദിവസം തിരുവാലൂര് പോയി ദർശനം കഴിക്കാൻ സംഗതിയായാൽ അങ്ങ് മരിക്കില്ല, അല്ലാതെ ശാപമോക്ഷമുണ്ടാകുന്നതല്ല എന്ന് ആ യക്ഷി പറഞ്ഞു. ആ എന്തായാലും ഇനി ഞാൻ നിന്നെ വിട്ടയക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭട്ടതിരി ആ യക്ഷിയെ പിടിച്ച് അങ്ങോട്ട് നുറുക്കി ഹോമിക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അന്ന് കേരള രാജ്യം വാണുകൊണ്ടിരുന്ന പള്ളിബാണ പെരുമാൾ ഭട്ടതിരിയുടെ അടുക്കൽ ഒരാളെ അയച്ചു. ഉടനെ തന്നെ ഭട്ടതിരി അവിടെ ചെന്നു ചേർന്നു. അപ്പോൾ പെരുമാള് തൻ്റെ ഭാര്യയ്ക്ക് ഒരു ഗന്ധർവൻ്റെ ഉപദ്രവം തുടങ്ങിയിട്ട് ഇശ്യകാലായി എന്നും പല മന്ത്രവാദികളെ കൊണ്ടും മന്ത്രവാദങ്ങൾ ചെയ്യിച്ചിട്ടും ഗന്ധർവൻ ഒഴിഞ്ഞു പോയിട്ടില്ലെന്നും ആ ഉപദ്രവം നിമിത്തം ഭാര്യയ്ക്കുണ്ടാകുന്ന ഗർഭമെല്ലാം അലസിപ്പോകുന്നുവെന്നും അതുകൊണ്ട് ഏതു വിധവും ആ ഉപദ്രവം ഒഴിച്ചു തരണമെന്നും ഭട്ടതിരിയോട് പറഞ്ഞു. ഭട്ടതിരി അങ്ങനെ ആവാമെന്ന് പള്ളിബാണ പെരുമാളോട്
സമ്മതിക്കുകയും അതിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾക്ക് ഒരു ചാർട്ട് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു. ചാർട്ടിൻ പ്രകാരമുള്ള ഉപകരണങ്ങളെല്ലാം അന്ന് തന്നെ തയ്യാറാക്കി. ഭട്ടതിരി മന്ത്രവാദവും തുടങ്ങി. അങ്ങനെ ചക്രം വരച്ച് പിണിയാളെ ഇരുത്തി ഭസ്മം ജപിച്ചിടുകയും പല വിധത്തിലുള്ള ഹോമകർമാദികളൊക്കെ കഴിക്കുകയും ചെയ്തിട്ടും പിണിയാള് തുള്ളിയില്ല. എന്തൊക്കെയായിട്ടും ആ ഗന്ധർവൻ തൻ്റെ ആകർഷണത്തിൽ ഉൾപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഭട്ടതിരിക്ക് വാശി കലശലായി തീർന്നു. ബ്രാഹ്മണർക്ക് വിഹിതമല്ലാത്ത പല കഠിന കർമ്മങ്ങളും അദ്ദേഹം ചെയ്തു. പല ജന്തുക്കളെയും മറ്റും അദ്ദേഹം മുറിച്ച് മുറിച്ച് ഹോമിച്ചു തുടങ്ങി. അതേപോലെ തന്നെ തുണിശീല നെയ്യിൽ മുക്കി നിലത്ത് വിരിച്ച് അത് നിറച്ച് ഉറുമ്പാകുമ്പോൾ എടുത്ത് ഹോമിക്കും. ഇങ്ങനെയുള്ള കഠിന പ്രവർത്തികൾ സംഖ്യയില്ലാതെ ചെയ്തപ്പോൾ ഗന്ധർവന് നിവർത്തിയില്ലാതായി തീർന്നു. ഉടനെ തന്നെ ഗന്ധർവൻ പ്രത്യക്ഷമായി ഭട്ടതിരിയുടെ മുമ്പിൽ വന്നു. പിന്നീട് അവർ തമ്മിൽ മന്ത്രതന്ത്രങ്ങളെക്കുറിച്ച് ഒരു വലിയ വാദമുണ്ടായി. ആ വാദത്തിലും ഭട്ടതിരി തന്നെ ജയിച്ചു. ഒരു വിധത്തിലും ഭട്ടതിരിയെ ജയിക്കുന്നതിന് നിവൃത്തിയില്ലെന്ന് തീർച്ചയായപ്പോൾ ഗന്ധർവൻ വളരെ താഴ്മയോടുകൂടി പറഞ്ഞു, അതിവിശിഷ്ടനായിരിക്കുന്ന അങ്ങയെ ജയിക്കുന്നതിന് ആര് വിചാരിച്ചാലും കഴിയുന്നതല്ല. അങ്ങയുടെ അച്ഛനെ ഭക്ഷിച്ചവളും എൻ്റെ പ്രിയതമയുമായ ആ യക്ഷിയെ അങ്ങ് എന്തായാലും സംഹരിച്ചു. അത് ഞാൻ പോട്ടേന്ന് വയ്ക്കാം. പക്ഷേ ഇനി ഈ സ്ത്രീയെയും വിട്ട് ഞാൻ പോകണമെന്ന് അങ്ങ് നിർബന്ധിക്കുന്നത് വലിയ കഷ്ടാണ്. എനിക്ക് ഈ സ്ത്രീയിൽ അധികമായിരിക്കുന്ന ആസക്തി ജനിക്കുകയാലാണ് ഞാൻ ഇവളിൽ വന്ന് ബാധിച്ചത്. ഇവളെ ഉപേക്ഷിച്ചു പോകുന്ന കാര്യം എനിക്ക് വലിയ വ്യസനാണ്. അതിനാൽ അവിടുന്ന് കൃപയുണ്ടായി എന്നെ ഉപദ്രവിക്കാതിരിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, രാജാവിൻ്റെ ഭാര്യയ്ക്ക് നേരിട്ടിരിക്കുന്ന ഉപദ്രവം നീക്കിക്കൊടുത്തുകൊള്ളാമെന്ന് ഞാൻ രാജാവിൻ്റെ അടുക്കൽ വാക്കു പറഞ്ഞു പോയി. ഇനി അതിനെ ഭേദപ്പെടുത്തുന്നത് എനിക്ക് വളരെ അപമാനവും നിവൃത്തിയില്ലാത്തതുമാണ്. അതിനാൽ വേഗത്തിൽ സത്യം ചെയ്ത് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊള്ളുക, അതാണ് നല്ലത്. ഇനി പോകാത്ത പക്ഷം നിന്റെ യക്ഷി പോയ വഴിക്ക് നിന്നെ ഞാൻ അയക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗന്ധർവന് ഭയവും വ്യസനവും സഹിക്കവയ്യാതായിട്ട് ഗന്ധർവനും സൂര്യകാലടി അങ്ങോട്ട് ശപിച്ചു. ഇന്നേക്ക് 12-ാം ദിവസം അങ്ങ് മൂത്രം മുട്ടി മരിക്കട്ടെ എന്ന് ഭട്ടതിരിയെ ആ ഗന്ധർവനും ശപിച്ചു. ആ ഗന്ധർവന്റെ ശാപം കേട്ടപ്പോൾ ഭട്ടതിരി വീണ്ടും ഒന്ന് വ്യസനിച്ചു. അങ്ങനെ വ്യസനത്തോടുകൂടി ശാപമോക്ഷം എന്താണ് എന്ന് ആ ഗന്ധർവനോട് ചോദിച്ചു. അപ്പോ ആ ഗന്ധർവൻ പറഞ്ഞു, ഇന്നേക്ക് 12-ാം ദിവസം തിരുവാലൂര് പോയി ദർശനം കഴിച്ചാൽ മരിക്കുകയില്ലെന്ന് ഗന്ധർവൻ ശാപമോക്ഷം കൊടുക്കുകയും ചെയ്തു. പിന്നെയും ഭട്ടതിരിയുടെ നിർബന്ധം നിമിത്തം ഗന്ധർവൻ സത്യം ചെയ്ത് അവിടം വിട്ട് പോവുകയും ചെയ്തു. ബാണപ്പെരുമാള് ഭട്ടതിരിക്ക് വളരെയേറെ സമ്മാനങ്ങളും മറ്റും കൊടുത്ത് ബഹുമാനിച്ചയച്ചു. താമസിയാതെ പെരുമാളുടെ ഭാര്യ ഗർഭം ധരിക്കുകയും ഒന്നും അലസാതെ ഒരു 4-5 കുട്ടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഭട്ടതിരിയുടെ മരണത്തിൻ്റെ തലേ ദിവസം തിരുവാലൂര് ഒരു അശരീരി വാക്ക് കേൾക്കപ്പെട്ടു. നാളെ ഇവിടെ ഒരു അപമൃത്യു സംഭവിക്കും. അതിനാൽ 3:45 നാഴിക പകലിന് മുമ്പ് അത്താഴപ്പൂജയും കഴിച്ച് എല്ലാവരും പൊയ്ക്കൊള്ളണം എന്നായിരുന്നു ആ അശരീരി വാക്ക്. അങ്ങനെ മരണദിവസം പകലേ ആയപ്പോഴേക്കും ഭട്ടതിരി തിരുവാലൂരിലെത്തി. അതുവരെ അദ്ദേഹത്തിന് യാതൊരു ദീനവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ശുദ്ധം മാറിയിരുന്നതിനാൽ തിരുവാലൂര് ചെന്നയുടനെ കുളത്തിലിറങ്ങി കുളിച്ചു. കുളി കഴിഞ്ഞ് കരയ്ക്കങ്ങട് കയറിയപ്പോൾ മൂത്രമൊഴിക്കണമെന്ന് തോന്നി. ഉടനെ അവിടെ അടുക്കൽ തന്നെ ഉണ്ടായിരുന്ന മൂത്രക്കുഴിയിൽ ചെന്നിരുന്നു. അപ്പോൾ മൂത്രം ഒഴിക്കണ്ട എന്ന് തോന്നി. ഉടനെ എണീറ്റ് കുളത്തിലിറങ്ങി ശൗചിച്ച് കാലും മുഖവും ശുദ്ധി വരുത്തി കരയ്ക്കങ്ങട് കയറിയപ്പോൾ പിന്നെയും
മൂത്രം മുട്ടി തുടങ്ങി. പിന്നെയും മൂത്രമൊഴിക്കാൻ ചെന്നിരുന്നു. അപ്പോ വേണ്ടാന്ന് തോന്നി. ഇങ്ങനെ സന്ധ്യ വരെ അദ്ദേഹം കുളത്തിലിറങ്ങിയും കേറിയും കുളത്തിലിറങ്ങിയും കേറിയുമായിട്ട് അങ്ങനെ കഴിച്ചുകൂട്ടി. അങ്ങനെ സന്ധ്യ ആയപ്പോഴേക്കും അദ്ദേഹം ക്ഷീണിച്ച് കുളപ്പുരയിൽ തന്നെ അങ്ങോട്ട് വീണു. വീണ ഉടനെ ചക്രശ്വാസം വലിക്കാനും തുടങ്ങി. അന്ന് പ്രദോഷമായിരുന്നതുകൊണ്ട് വ്രതക്കാരായിട്ടും മറ്റും അസംഖ്യം ജനങ്ങൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അശരീരി വാക്ക് പ്രകാരം 3:45 നാഴിക പകലെ അത്താഴപ്പൂജയും കഴിച്ച് എല്ലാവരും പോയി. ഭട്ടതിരി മാത്രം ശ്വാസം വലിച്ചും കൊണ്ട് അവിടെ കിടന്നു. മൂത്രം മുട്ടിയും ചക്രശ്വാസം വലിച്ചും മരണവേദനയോടുകൂടി അദ്ദേഹം കിടന്ന് വിഷമിക്കണ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഈശ്വര, ഭഗവാനെ, മഹാദേവ, ഗ്രന്ഥത്തിൽ കണ്ടതാണല്ലോ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോ അതിന് മറുപടിയായിട്ട് ഒരു അശരീരി കേട്ടു എന്നാ പറയണേ. സൂര്യകാലടി വേണം ചെയ്യാൻ എന്ന ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നോ എന്നൊരു അശരീരി വാക്കുണ്ടായി എന്നാ പറയണേ. എന്നാൽ സമീപത്തെങ്ങും മറ്റാരുമില്ലാതിരുന്നപ്പോ ഉണ്ടായ ഈ വാക്ക് ഇത്ര പരസ്യമായി തീർന്നതെങ്ങനെ എന്ന് നിശ്ചയില്ല. എന്തായാലും ഭട്ടതിരി ചക്രശ്വാസം വലിച്ചും മൂത്രം മുട്ടിയും അർദ്ധരാത്രി ആയപ്പോഴേക്കും അവിടെ കിടന്ന് അങ്ങോട്ട് മരിച്ചു. അദ്ദേഹം ചക്രശ്വാസം വലിച്ച് ചുറ്റിത്തിരിഞ്ഞ് നിലത്ത് നിന്ന് മേൽപോട്ട് പൊങ്ങിയപ്പോൾ മരണവേദനയോടുകൂടി ചാടിക്കടിച്ചിട്ടുള്ള പാടുകൾ ഇന്നും തിരുവാലൂർ കുളപ്പുരയുടെ തട്ടിൻ്റെ തുലാങ്ങളിന്മേലും മറ്റും നമുക്ക് ഇന്ന് ചെന്നാലും കാണാൻ സാധിക്കും. ഈ തിരുവാലൂർ ക്ഷേത്രം ആലങ്ങാട്ട് താലൂക്കിലാണ്. സൂര്യകാലടി ഭട്ടതിരി ജീവിച്ചിരുന്നതും പള്ളിബാണ പെരുമാളുടെ കാലത്താണെന്ന് കാണുന്നതുകൊണ്ട് ഉദ്ദേശം കലിവർഷം 3400 വിചാരിക്കേണ്ടിയിരിക്കുന്നു. സൂര്യഭട്ടതിരിയുടെ കാലം കഴിഞ്ഞതിൽ പിന്നെയും ആ ഇല്ലത്തുള്ള ഭട്ടതിരിമാർ വളരെ തപശക്തിയുള്ളവരും വേദജ്ഞന്മാരും ശാസ്ത്രജ്ഞന്മാരും നല്ല മന്ത്രവാദികളും തന്നെ ആയിരുന്നു. ഒരു ദിക്കില് ഒരു വലിയ ജന്മിയുടെ വക ഒരു തെങ്ങിൻ തോട്ടത്തില് കാവലായിട്ട് ഒരു മൂത്ത ചേകോൻ എന്ന് വച്ചാൽ തീയൻ താമസിച്ചിരുന്നു. ആ തോട്ടത്തിൽ ഇശി തേങ്ങ വീഴുന്നത് കൊണ്ട് വലിയ വലിയ തേങ്ങാക്കൂടുകൾ വളരെ ഉണ്ടായിരുന്നു. മിക്ക സമയങ്ങളിലും കൂടുകൾ ഒഴിയാതെ ഉണക്കത്തേങ്ങ ആ കൂടുകളിൽ കിടക്കുക പതിവാണ്. അവിടെ ഈ മൂത്ത ചേകോൻ ഒരു മാടം കെട്ടിയുണ്ടാക്കി അതിലാണ് അവൻ്റെ കിടപ്പ് പതിവ്. രാത്രിയിൽ തീയിടാനായിട്ട് ആ മാടത്തിൽ ഒരു വലിയ നെരിപ്പോടുമുണ്ടായിരുന്നു. അങ്ങനെ അവൻ തണുപ്പുള്ള കാലങ്ങളിൽ വരട്ട് തേങ്ങയെടുത്ത് വെട്ടിക്കീറി അതിൻ്റെ ചകിരിയിട്ട് തീ കത്തിക്കുകയും തേങ്ങ തീയിലിട്ട് ചുട്ടെടുത്ത് തിന്നുകയും ചെയ്ത് തീയും കാഞ്ഞുകൊണ്ടിരിക്കുക ഒരു പതിവായിരുന്നു. അങ്ങനെ ഒരിക്കല് ഒരു മഞ്ഞ് കാലത്ത് വെളുപ്പാം കാലമായപ്പോൾ മൂത്ത ചേകോന് തണുപ്പ് സഹിക്കാൻ പാടില്ലാതായിട്ട് എണീറ്റ് 2-3 തേങ്ങയെടുത്ത് വെട്ടിക്കീറി ചകിരിയിട്ട് തീയും കത്തിച്ച് തേങ്ങയും ചുട്ടുതിന്ന് തീയും കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ മാടത്തിൻ്റെ മെട എന്ന് പറഞ്ഞാൽ തട്ടിയുടെ ഇടയിൽ കൂടി ഒരു കൊച്ചു തുമ്പിക്കൈ മൂത്ത ചേകോൻ്റെ അടുക്കലേക്ക് നീട്ടുന്നത് അവൻ കണ്ടു. ഉടനെ ഒരു തേങ്ങാക്കഷ്ണം അവൻ തുമ്പിക്കൈയിലേക്ക് വച്ചു കൊടുത്തു. അത് വാങ്ങി തിന്നിട്ട് പിന്നെയും തുമ്പിക്കൈ നീട്ടി. മൂത്ത ചേകോൻ പിന്നെയും ഒരു കഷ്ണം വച്ചു കൊടുത്തു. അങ്ങനെ പല പല പ്രാവശ്യം കഴിഞ്ഞപ്പോഴേക്കും ചുട്ട തേങ്ങയെല്ലാം അവസാനിച്ചു. നേരവും വെളുത്തു. അപ്പോ തുമ്പിക്കൈ കാണാതെയുമായി. അങ്ങനെ മൂത്ത ചേകോൻ എണീറ്റ് അവൻ്റെ ജോലിക്കും പോയി. അങ്ങനെ പിറ്റേ ദിവസവും വെളുപ്പാങ്കാലത്ത് മൂത്ത ചേകോൻ പതിവ് പോലെ തേങ്ങ ചുട്ടു തിന്നുന്നതിന് തുടങ്ങി. അപ്പോ തലേ ദിവസത്തെ പോലെ ആ കൊച്ചു തുമ്പിക്കൈയും കണ്ടു തുടങ്ങി. അന്നും അവൻ ഓരോ കഷ്ണം ആ തുമ്പിക്കൈയിൽ വച്ചു കൊടുക്കുകയും ആ കുട്ടിയാന മൂത്ത ചേകോൻ്റെ അടുക്കൽ വന്നു നിന്ന് തേങ്ങ വാങ്ങി തിന്നും തുടങ്ങി. എന്തിനു വളരെ പറയണു,
അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴേക്കും മൂത്ത ചേകോനും ആ കുട്ടിയാനയും പരസ്പരം അത്യന്തം സ്നേഹത്തിലായി തീർന്നു. അങ്ങനെ ഒരു സമയവും കുട്ടിയാന മൂത്ത ചേകോനെ പിരിഞ്ഞു പോകാതെയായി. മൂത്ത ചേകോൻ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം ഒരു ഭാഗം കുട്ടിയാനയ്ക്കും കൊടുക്കാതെ അവൻ ഭക്ഷിക്കില്ല. എന്നാൽ കുട്ടിയാനയ്ക്ക് ചുട്ട തേങ്ങ പോലെ പ്രിയമായിട്ട് മറ്റൊന്നുമില്ല. മൂത്ത ചേകോൻ ദിവസം തോറും 2-3 തേങ്ങ വീതം ചുട്ട് കുട്ടിയാനയ്ക്ക് കൊടുക്കും. അങ്ങനെ അസംഖ്യം തേങ്ങ വീഴുന്ന സ്ഥലമായതുകൊണ്ട് ഈ കുറവ് ഉടമസ്ഥൻ അറിയുന്നതിനും ചോദ്യപ്പെടുന്നതിനും ഇടയായില്ല. മൂത്ത ചേകോൻ വല്ലയിടത്തും കൂലിവേലയ്ക്ക് പോയാലും കുട്ടിയാന കൂടെ ഉണ്ടായിരിക്കും. എന്നുവേണ്ട, കുട്ടിയാനയും മൂത്ത ചേകോനുമായി പിരിഞ്ഞിട്ട് ഒരു സമയവുമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാൽ ഈ കുട്ടിയാനയെ ആ മൂത്ത ചേകോനല്ലാതെ മറ്റാർക്കും കാണാൻ പാടില്ലായിരുന്നു താനും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു കാലടിയിൽ ഭട്ടതിരി എവിടെയോ മന്ത്രവാദത്തിനോ തന്ത്രത്തിനോ മറ്റോ പോയി തിരിച്ചു വരുമ്പോൾ നാട്ടുവഴി ഈ തോട്ടത്തിനിടയിൽ കൂടി ആയിരുന്നതുകൊണ്ട് അതിലെയാണ് ഭട്ടതിരി വന്നത്. അപ്പോൾ അദ്ദേഹം ഈ കുട്ടിയാനയെ കണ്ടു. ഭട്ടതിരി ഒരു ദിവ്യനായിരുന്നതുകൊണ്ട് ഇത് കേവലം ഒരു കുട്ടിയാനയല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ, ഇതിനെ വിലയ്ക്ക് തരുമോ എന്ന് മൂത്ത ചേകോനോട് ചോദിച്ചു. മൂത്ത ചേകോന് ഈ ആനക്കുട്ടിയുടെ മേല് വലിയ വാത്സല്യവും കൗതുകവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മൂത്ത ചേകോൻ പറഞ്ഞു, അയ്യോ, തിരുവുള്ളക്കേടുണ്ടാവരുത്. അത് അടിയനോട് ചോദിക്കരുത്. അടിയൻ ഈ ഒറ്റക്കൊമ്പനെ തരില്ല. ഈ ഒറ്റക്കൊമ്പൻ എന്ന് പറയാൻ കാരണം ആ കുട്ടിയാനയ്ക്ക് ഒരു കൊമ്പേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഭട്ടതിരിയുടെ നിർബന്ധം കൊണ്ടും നിവൃത്തിയില്ലാതെയായതുകൊണ്ടും പറയുന്ന വില കൊടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചതുകൊണ്ടും ഒടുക്കം കൊടുക്കാമെന്ന് അവൻ സമ്മതിച്ചു. പിന്നെ ഭട്ടതിരി മൂത്ത ചേകോൻ പറഞ്ഞതുപോലെയുള്ള സംഖ്യ എണ്ണിക്കൊടുത്ത് കുട്ടിയാനയെ അങ്ങോട്ട് വാങ്ങി. എങ്കിലും കുട്ടിയാന ഭട്ടതിരിയുടെ കൂടെ പോകാതെ മൂത്ത ചേകോന്റെ അടുക്കൽ തന്നെ നിന്നു. പിന്നെ ഭട്ടതിരി മൂത്ത ചേകോനോട് അവൻ്റെ നെരിപ്പോടും 2-3 വരട്ടു തേങ്ങയും വില കൊടുത്തു വാങ്ങി. ആ തേങ്ങ തല്ലിപ്പൊട്ടിച്ച് നെരിപ്പോടിലിട്ട് ചുട്ടു. അതിൽ നിന്ന് ഒരു കഷ്ണം തേങ്ങയെടുത്ത് നീട്ടിയപ്പോൾ കുട്ടിയാന ഭട്ടതിരിയുടെ അടുക്കൽ വന്ന് വാങ്ങിച്ച് തിന്നു. പിന്നെ ഭട്ടതിരി ആ നെരിപ്പോടും എടുത്തും കൊണ്ട് നടന്നു നീങ്ങി. കുട്ടിയാന അദ്ദേഹത്തിൻ്റെ പിന്നാലെയും ചെന്നു. ഇടയ്ക്കിടയ്ക്ക് ഭട്ടതിരി ഓരോ കഷ്ണം തേങ്ങയെടുത്ത് കുട്ടിയാനയ്ക്ക് കൊടുത്തുകൊണ്ട് നടന്നു. കുട്ടിയാന അതെല്ലാം വാങ്ങിച്ച് തിന്നും കൊണ്ട് തലയിട്ടാട്ടി പിന്നാലെ തന്നെ ചെല്ലുകയും ചെയ്തു. അങ്ങനെ ഭട്ടതിരി കുട്ടിയാനയും കൊണ്ട് ആ സൂര്യകാലടി ഇല്ലത്തെത്തി. എന്നാ മൂത്ത ചേകോന് ആ കുട്ടിയാനയുടെ സൂക്ഷ്മസ്ഥിതിയൊന്നും മനസ്സിലായില്ല. അത് ഭട്ടതിരിയുടെ പിന്നാലെ പോയത് തേങ്ങയുടെ കൊതി കൊണ്ട് മാത്രമാണെന്നേ അവൻ വിചാരിച്ചുള്ളൂ. ഭട്ടതിരിക്ക് ഈ കുട്ടിയാന സാക്ഷാൽ ഗണപതിയാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അദ്ദേഹം അവിടെ വച്ച് തന്നെ തേങ്ങ വാങ്ങിച്ച് ഗണപതി ഹോമം കഴിച്ച് ഗണപതിയെ ആവാഹിച്ചും കൊണ്ടാണ് പോന്നത്. അതൊന്നും മൂത്ത ചേകോൻ അറിഞ്ഞില്ല. അങ്ങനെ ഭട്ടതിരി ഇല്ലത്തെത്തിയപ്പോഴേക്കും കുട്ടിയാന സാക്ഷാൽ ഗണപതിയുടെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി. അദ്ദേഹം ആ ഗണപതിയെ തൻ്റെ മറ്റുള്ള തേവാരങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലത്ത് തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കാലടിയിൽ ഭട്ടതിരിമാർക്ക് ഗണപതി പ്രത്യക്ഷമായി തീർന്നതെന്ന് സാരം. അക്കാലം മുതൽ അവിടെ എല്ലാവരും ഗണപതിയെ വീണ്ടും വണ്ണം സേവിച്ചുകൊണ്ടിരുന്നു. എന്ന് മാത്രമല്ല, സമാവർത്തനം കഴിഞ്ഞാൽ പിന്നെ ആ ഇല്ലത്തുള്ള എല്ലാവരും ദിവസവും ഗണപതി ഹോമം കഴിക്കണമെന്നും ഇല്ലത്തെ തേവാരവും ഗണപതി ഹോമവും ഓരോ ദിവസം മുടങ്ങാതെ കഴിക്കേണ്ടതിലേക്കായി പുരുഷന്മാരിൽ ആരെങ്കിലും ഒരാൾ എന്നും ഇല്ലത്തുണ്ടായിരിക്കണമെന്നും ഏർപ്പാട് വച്ചു. ആ ഇല്ലത്തുള്ള എല്ലാവർക്കും ഗണപതി പ്രത്യക്ഷമായി തീർന്നു. എന്ന് മാത്രമല്ല, അവർ വിചാരിക്കുന്ന സകല കാര്യങ്ങളും ഗണപതി സാധിച്ചു കൊടുത്തും തുടങ്ങി. അപ്പോഴേക്കും അവർക്ക് മന്ത്രവാദത്തിൽ മുമ്പിനാലെ ഉണ്ടായിരുന്ന പ്രശസ്തി ശതഗുണീഭവിച്ചു. അപസ്മാരം, ബ്രഹ്മരക്ഷസ് മുതലായി സകല ബാധാ ഉപദ്രവങ്ങളും ഒഴിവാക്കുന്നതിന്
കാലടിയിൽ ഭട്ടതിരിമാർക്ക് യാതൊരു പ്രയാസവുമില്ലാതായി തീർന്നു. ഏതെങ്കിലും ഒരു ഉപദ്രവമുണ്ടായാൽ ജനങ്ങൾ ഭട്ടതിരിയെ സ്വസ്ഥാനത്ത് വരുത്തിയിട്ടോ അല്ലെങ്കിൽ കാലടിയിൽ പോയി ഭജനമിരുന്നിട്ടോ മന്ത്രവാദം ചെയ്യിക്കുന്നതല്ലാതെ മറ്റൊരു മന്ത്രവാദിയെ കൊണ്ട് മന്ത്രവാദം ചെയ്യിക്കോ മറ്റൊരു സ്ഥലത്ത് പോയി ഭജനമിരിക്കോ അക്കാലത്ത് പതിവില്ലായിരുന്നു. കാലടിയിൽ ഗണപതിയുടെ മാഹാത്മ്യങ്ങൾ പറഞ്ഞാൽ വളരെയുണ്ട്. വിസ്താര ഭയം കൊണ്ട് അവയെല്ലാം ഞാൻ ഇവിടെ അധികം വിവരിക്കാൻ ഉദ്ദേശിക്കണില്ല. എങ്കിലും ദൃഷ്ടാന്തത്തിനായി ഒരു 1-2 കഥ കൂടി ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. തിരുവിതാംകൂർ സംസ്ഥാനത്ത് ചങ്ങനാശ്ശേരി താലൂക്കിൽ കാടമുറി ഗ്രാമത്തിൽ കുഞ്ചമൺ പോറ്റി എന്നൊരു മന്ത്രവാദി ഉണ്ടെന്നും ആ തറവാട്ടുകാർക്ക് ചാത്തന്മാര് പ്രത്യക്ഷാണെന്നും ഇന്നും പ്രസിദ്ധാണല്ലോ. ഇപ്പോ അവിടെയുള്ളവർക്ക് ചാത്തന്മാരെ പ്രത്യക്ഷമായിട്ട് കാണാൻ പാടില്ല എന്നുണ്ടെങ്കിലും ചാത്തന്മാര് ഇന്നും അവരുടെ ആജ്ഞയെ അനുസരിക്കുന്നുണ്ട് എന്നാണ് പറയണേ. ഇപ്പോഴും അവര് പല സ്ഥലങ്ങളിൽ പോയി ചാത്തൻ്റെ ഉപദ്രവങ്ങളൊക്കെ ഇപ്പോഴും ഒഴിക്കുന്നുണ്ട്. കുഞ്ചമൺ പോറ്റി ഒഴിച്ചാൽ ഒഴിയാത്ത ചാത്തൻ ഇപ്പോഴും എങ്ങുമില്ലെന്നാണ് പ്രസിദ്ധം. ആവശ്യക്കാര് വന്ന് അപേക്ഷിച്ചാല് തൽക്കാലം പോകുന്നതിന് സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ കുഞ്ചമൺ പോറ്റിമാര് അവധി വച്ച് എഴുത്തുകൊടുത്ത് തൽക്കാലത്തേക്ക് ചാത്തന്മാരെ ഒഴിച്ചു നിർത്തുക എന്നുള്ളത് ഇന്നും പതിവുള്ളതാണ്. ഇന്ന മാസം ഇത്രാം തീയതി നാം അവിടെ വരുന്നതാണ്. അതുവരെ നിങ്ങൾ ഇന്ന ഗൃഹത്തിൽ യാതൊരു ഉപദ്രവവും ചെയ്തു പോകരുത്. ഇത് നമ്മുടെ കുട്ടിച്ചാത്തന്മാർ ഗ്രഹിക്കാൻ വേണ്ടി കുഞ്ചമൺ പോറ്റി എഴുതുന്ന എഴുത്താണ് എന്ന് പറഞ്ഞ് ഒരു എഴുത്ത് എഴുതുക എന്നുള്ള ചടങ്ങ് ഇന്നും അത് നടക്കുന്നുണ്ട്. ഇപ്രകാരമാണ് അവർ അവധി വച്ച് ആ വീട്ടിലേക്ക് എഴുത്തു കൊടുത്തയക്കാറുള്ളത്. ഇപ്രകാരം കുഞ്ചമൺ പോറ്റിയുടെ എഴുത്ത് വാങ്ങിച്ചു കൊണ്ടുപോയി ചാത്തൻ്റെ ഉപദ്രവമുള്ള ഗൃഹത്തിൽ വായിച്ചാൽ അവധി കഴിയുന്നതുവരെ ആ ഗൃഹത്തിൽ യാതൊരു ഉപദ്രവവും അവര് ഉണ്ടാക്കാറില്ല എന്നുള്ളത് തീർച്ചയായിട്ടുള്ളതും ഇന്നും കണ്ടുവരുന്ന ഒരു വസ്തുതയാണ്. ചാത്തന്മാരെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ കുഞ്ചമൺ പോറ്റിയും ഗണപതിയെ പ്രത്യക്ഷമാക്കിയിരുന്ന കാലടിയിൽ ഭട്ടതിരിയും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ്. അങ്ങനെ മുമ്പൊരിക്കൽ ഒരു കുഞ്ചമൺ പോറ്റി കാലടിയിൽ ഭട്ടതിരിയെ കാണാനായി ചെന്നിരുന്നു. പോറ്റി 18 തണ്ടുവച്ച ഒരു ബോട്ടിലാണ് ചെന്നിരുന്നത്. ഭട്ടതിരിയുടെ ഇല്ലം പുഴവക്കത്തായതുകൊണ്ട് ബോട്ട് ആ കടവിൽ തന്നെ ചെന്നടുത്തു. ഉടനെ പോറ്റി കരക്കിറങ്ങി ഇല്ലത്തേക്ക് ചെന്നു. അപ്പോ സമയം ഏതാണ്ട് സന്ധ്യാസമയമായിരുന്നതുകൊണ്ട് ഗൃഹസ്ഥനായ ഭട്ടതിരി ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോറ്റി മുറ്റത്ത് ചെന്നപ്പോ ഭട്ടതിരി പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ആ സന്തോഷായി, വരിക, വേഗം കുളി കഴിഞ്ഞ് വരിക എന്ന് പറഞ്ഞു. എന്നിട്ട് പോറ്റിയെ കുളിക്കാൻ അയച്ചിട്ട് ഭട്ടതിരി അകത്തേക്ക് തന്നെ പോയി. പോറ്റി ബോട്ടിലാണ് വന്നതെന്ന് മനസ്സിലായതുകൊണ്ട് പോറ്റിക്കും ബോട്ടുകാർക്കും വേഗത്തിൽ അത്താഴം കാലാക്കണമെന്ന് ഭട്ടതിരി ചട്ടം കെട്ടി. ഭട്ടതിരി അന്തി മുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും പോറ്റിയും കുളി കഴിഞ്ഞു വന്നു. പിന്നെ ഭട്ടതിരിയും പോറ്റിയും കൂടി പുറത്തളത്തിലിരുന്ന് 2 പേരുടെയും ജപങ്ങളും മറ്റും കഴിച്ചു. അങ്ങനെ കുറച്ചു നേരം കുശലപ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും അത്താഴം കാലമായതുകൊണ്ട് 2 പേരും ഭേഷായിട്ട് അങ്ങോട്ട് ഊണൊക്കെ കഴിച്ചു. ഊണ് കഴിഞ്ഞ് പിന്നെയും പുറത്തളത്തിൽ വന്ന് വെടിയും മറ്റും പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഭട്ടതിരി പറഞ്ഞു, മടപ്പിള്ളിക്കാരെ വിളിച്ച് പോറ്റിയുടെ ബോട്ടുകാർക്കു കൂടി വേഗത്തിൽ ചോറ് കൊടുക്കാൻ ചട്ടം കെട്ടി. അത് കേട്ടപ്പോ പോറ്റി പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട, നമ്മുടെ ബോട്ടുകാർക്ക് ഭക്ഷണം ഞാൻ തന്നെ കൊടുത്തോളാം, മറ്റാരും കൊടുത്താൽ അവർക്ക് തൃപ്തിയാവില്ല എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഭട്ടതിരി പറഞ്ഞു, എന്നാ അങ്ങോട്ട് ചെന്ന് വിളമ്പി കൊടുത്തോളുക, നമുക്ക് അങ്ങോട്ട് പോകാം, ഞാനും കൂടി വരാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പോറ്റി പറഞ്ഞു, ഹേയ് അതൊന്നും വേണ്ട, ഞാൻ അവർക്ക് അത്താഴം കൊടുത്തു, അവർ പോവുകയും ചെയ്തു, ഇനിയിപ്പോ അതിനായിട്ട് ഉത്സാഹിക്കണമെന്നില്ല എന്ന് പറഞ്ഞു. ഇത്രയും കേട്ടപ്പോ ഭട്ടതിരിക്ക് കാര്യം മനസ്സിലായി. ആഹാ പോറ്റി, മനസ്സിലായി കാര്യങ്ങള്, ബോട്ടുകാരൊക്കെ ചാത്തന്മാരായിരിക്കും ലേ
എന്ന് ഭട്ടതിരി ചോദിച്ചു. അതെ, അതങ്ങയ്ക്ക് മനസ്സിലായി അല്ലേ? ബോട്ടുകാരൊക്കെ ചാത്തന്മാര് തന്നെയാ. ഒരു മൂർത്തിയെ സേവിക്കണം എന്ന് വച്ചാൽ അത് ചാത്തനെ തന്നെ സേവിക്കണം, എങ്കിലേ എല്ലാത്തിനും ഉപയോഗപ്പെടൂ എന്ന് പോറ്റി പറഞ്ഞു. എന്തായാലും വെറുതെ 10-20 പേർക്കു കൂടി രാത്രികാലത്ത് അരി വയ്ക്കുന്നതിനിടയാവുകയും പോറ്റി ഇപ്രകാരം പറയുകയും ചെയ്തത് തന്നെ അപമാനിക്കാനായിരുന്നു എന്നും ഗണപതിയെ സേവിച്ചാൽ എല്ലാത്തിനും ഉപയോഗപ്പെടുകയില്ല എന്നുമാണ് പോറ്റിയുടെ വാക്കിന്റെ സാരമെന്നും മനസ്സിലായതുകൊണ്ട് ഭട്ടതിരിയുടെ മനസ്സിൽ അല്പം വല്ലായ്മയുണ്ടായി. എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ചിരിച്ചുകൊണ്ട് ഭട്ടതിരി പറഞ്ഞു, ആ, ഒരു കണക്കിന് പറഞ്ഞ അതും ശരിയാണ് എന്ന് സമ്മതിച്ചു. അങ്ങനെ പിന്നെയും രണ്ടുപേരും കൂടി നേരം സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം പോറ്റിക്ക് കിടക്കുന്നതിനെല്ലാം തയ്യാറാക്കി കൊടുപ്പിച്ചിട്ട് ഭട്ടതിരി അകത്തുപോയി. അങ്ങനെ രണ്ടുപേരും സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് രണ്ടുപേരും കൃത്യസമയത്ത് ഉണർന്നെണീറ്റ് പുറത്തളത്തിൽ വന്നു. പോറ്റി അപ്പം തന്നെ യാത്രയും പറഞ്ഞ് ബോട്ടിൽ കയറാൻ പോയി. ഭട്ടതിരി കുളിക്കാനും പോയി. പോറ്റി കടവിൽ ചെന്ന് നോക്കിയപ്പോ ബോട്ട് അവിടെ കാണാനില്ലായിരുന്നു. ബോട്ട് കള്ളന്മാര് വല്ലവരും മോഷ്ടിച്ചു കൊണ്ടുപോയതായിരിക്കുമെന്ന് വിചാരിച്ച് പോറ്റിക്ക് വലിയ വ്യസനായി തീർന്നു. ബോട്ട് പൂട്ടിയിരുന്ന താഴും തുടലും ഒന്നും കാണാനില്ലായിരുന്നു. ഉടനെ പോറ്റി പരിഭ്രമിച്ച് ഭട്ടതിരി കുളിക്കുന്നിടത്ത് ചെന്ന് വിവരമൊക്കെ പറഞ്ഞു. അപ്പോ ഭട്ടതിരി പറഞ്ഞു, ഇവിടെ നിന്ന് ഒരു സാമാനവും കള്ളന്മാര് കൊണ്ടുപോവില്ല. ഇതും കള്ളന്മാര് കൊണ്ടുപോയതാണെന്ന് എനിക്ക് തോന്നണില്ല. ഇവിടെ ഒരൊറ്റക്കൊമ്പനുണ്ട്. ഇത് അയാളുടെ നേരം പോക്കായിരിക്കണം. ഏതായാലും പരിഭ്രമിക്കണ്ട, നിവർത്തിയുണ്ടാക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഭട്ടതിരി അവിടെ നിന്നുകൊണ്ട് മേൽപോട്ടേക്ക് നോക്കിയപ്പോ ആ ബോട്ട് ആ കടവിൽ നിൽക്കുന്ന ആലിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടു. ഉടനെ പോറ്റിയോട് പറഞ്ഞു, എന്നെ തൊട്ടുകൊണ്ട് മേൽപോട്ട് നോക്കുക എന്ന് ഭട്ടതിരി പറഞ്ഞു. പോറ്റി അപ്രകാരം നോക്കുകയും ചെയ്തു. അപ്പോ ആ ആലിൻ്റെ മുകളിൽ ഒരു കൊമ്പത്ത് ബോട്ടും കയറ്റി വച്ച് തുമ്പിക്കൈ കൊണ്ട് താങ്ങിപ്പിടിച്ചും കൊണ്ട് ഗണപതി ഇരിക്കുന്നത് പോറ്റിയും കണ്ടു. ഇത് താൻ തലേ ദിവസം പറഞ്ഞതിന് തന്നെ അബദ്ധമാക്കാനായിട്ടുള്ള വിദ്യയാണെന്ന് പോറ്റിക്ക് മനസ്സിലായി. പോറ്റി ഭട്ടതിരിയോട് മാപ്പ് ചോദിച്ചു. ഉടനെ തന്നെ ഭട്ടതിരി ഗണപതിയോട് പറഞ്ഞു, ആ, ഇനി അതിങ്ങ് കൊടുത്തേക്കുക. അദ്ദേഹത്തിന് പോകാൻ വൈകിയെന്നാണ് പറയണേ, വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഗണപതി അവിടെ ഇരുന്നും കൊണ്ട് ബോട്ടെടുത്ത് പുഴയിലേക്ക് ഇട്ടുകൊടുത്തു. ആലിൻ്റെ മുകളിൽ നിന്നും ബോട്ട് വെള്ളത്തിൽ വീഴുന്നത് കണ്ടപ്പോൾ ബോട്ട് പൊട്ടിപ്പോയി എന്ന് പോറ്റിക്ക് തോന്നി. എങ്കിലും അതിന് യാതൊരു കേടും സംഭവിച്ചില്ല. പോറ്റിക്ക് വളരെ ബഹുമാനവും അത്ഭുതവും ഉണ്ടായി. ബോട്ട് കിട്ടിയെങ്കിലും ബോട്ടുകാരില്ലാതെ പോറ്റി പിന്നെയും വിഷണ്ണനായി തീർന്നു. ഗണപതിയെ പേടിച്ച് ചാത്തന്മാരും അടുത്തു വരില്ല. അത് ഭട്ടതിരിയോട് പറയാൻ പോറ്റിക്ക് വളരെ ലജ്ജയും മടിയും തോന്നിയതുകൊണ്ട് ഒന്നും മിണ്ടാതെ കുറച്ചു നേരം അങ്ങനെ പരുങ്ങലായിട്ട് നിന്നു. ഒടുക്കം നിവർത്തിയില്ലെന്ന് തോന്നിയപ്പോ ആ വിവരം പോറ്റി ഭട്ടതിരിയോട് പറഞ്ഞു. അത് കേട്ടപ്പോ ഭട്ടതിരി പറഞ്ഞു, ആ, ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവര് വന്നോട്ടെ, അയാളൊന്നും അവരെ ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ ചാത്തന്മാര് വന്ന് ബോട്ടിൽ കയറി. പോറ്റി വഴിപാടിന് പണവും കൊടുത്ത് ഗണപതിയെ തൊഴുതും കൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നീട് ഒരിക്കല് ഒരു കാലടിയിൽ ഭട്ടതിരി കോഴിക്കോട് താനത്തിനായിട്ട് പോയിരുന്നു. അവിടെ കൗണാറ്റിന് വടക്കേക്കര വരെയുള്ളവർക്കല്ലാതെ താനം പതിവില്ല. കാലടിയിൽ ഭട്ടതിരിയുടെ ഇല്ലം അന്ന് കൗണാറ്റിന് തെക്കേക്കരയായിരുന്നതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് താനം ചാർത്തുകയില്ലെന്ന് വഴക്കായി. അപ്പോൾ താനത്തിനായിട്ട് അത്രത്തോളം ചെന്നിട്ട് വെറുതെ പോരുന്നത് തനിക്ക് അപമാനമാണല്ലോ എന്ന് വിചാരിച്ച് ഭട്ടതിരി പറഞ്ഞു, എൻ്റെ ഇല്ലം കൗണാറ്റിന് വടക്കേക്കരയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇല്ലം വാസ്തവത്തിൽ തെക്കേക്കരയാണെന്ന് നല്ല നിശ്ചയമുള്ളവര് അവിടെ പലരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഭട്ടതിരിയുടെ ഇല്ലം തെക്കേക്കരയാണെന്ന് പറഞ്ഞു.
ആര് പറഞ്ഞാലും ഭട്ടതിരി സമ്മതിക്കില്ല. അദ്ദേഹം പിന്നെയും എൻ്റെ ഇല്ലം വടക്കേക്കരയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ വഴക്ക് കലശിലായി. അപ്പോ വിവരം സാമൂതിരിപ്പാട് തിരുമനസ്സുകൊണ്ട് കേട്ടു. അവിടുന്ന് ഒടുക്കം ഒരു തീർച്ച നിശ്ചയിച്ചു. അതെങ്ങനെയാന്ന് വെച്ചാൽ തൽക്കാലം ഭട്ടതിരിയെ കൂടെ താനം ചാർത്തുകയും കിഴി കൊടുക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരാളെ അയച്ച് ഭട്ടതിരിയുടെ ഇല്ലം തെക്കേക്കരയോ വടക്കേക്കരയോ എന്ന് നോക്കി തിട്ടം വരുത്തുകയും പോകുന്നയാള് തിരിച്ചു വരുന്നതുവരെ ഭട്ടതിരിയെ ഇവിടെ താമസിക്കുകയും ഭട്ടതിരി സത്യമാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തെ സബഹുമാനം വിട്ടയക്കുകയും ഇനി അഥവാ വ്യാജമാണെങ്കിൽ കിഴി തിരിയെ വെപ്പിക്കുകയും യഥായോഗ്യം ശിക്ഷിക്കുകയും വേണ്ടതാണ് എന്നായിരുന്നു കൽപ്പന. ആ കൽപ്പനയെ ഭട്ടതിരിയും മറ്റെല്ലാവരും സമ്മതിക്കുകയും ഭട്ടതിരിയെ കൂടി താനം ചാർത്തുകയും ചെയ്തു. അങ്ങനെ കൽപ്പന പ്രകാരം കോഴിക്കോട്ട് നിന്ന് അയച്ചയാള് വന്ന് നോക്കിയപ്പോ അത്ഭുതമായിരിക്കണു. ഭട്ടതിരിയുടെ ഇല്ലം വടക്കേക്കര ഇരിക്കുന്നതും കൗണാറ് തെക്കേപ്പുറത്തുകൂടി പ്രവഹിക്കുന്നതും കണ്ടു. ആ വിവരം അവിടെ ചെന്ന് തിരുമനസിനെ അറിയിച്ചു. അത് കേട്ട ഉടനെ സാമൂതിരിപ്പാട് തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഭട്ടതിരിയെ തിരുമുമ്പാകെ വരുത്തി വളരെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ബഹുമാനിച്ചയക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഭട്ടതിരിയുടെ ഇല്ലം മുമ്പ് കൗണാറ്റിൻ്റെ തെക്കേക്കര തന്നെ ആയിരുന്നു. ഈ തർക്കമുണ്ടായപ്പോ ഭട്ടതിരിക്ക് അപമാനം വരുമല്ലോ എന്ന് വിചാരിച്ച് ഗണപതി തൻ്റെ ഒറ്റക്കൊമ്പ് കൊണ്ട് കുത്തി ആറിനെ തിരിച്ച് ഭട്ടതിരിയുടെ ഇല്ലത്തിന് തെക്കുപുറേ ആക്കി വിടുകയായിരുന്നു. ഈ പറയുന്നതൊക്കെ ചിലപ്പോ ഭോഷ്കായിട്ട് മറ്റുള്ളവർക്ക് തോന്നാം. ഈ ആറ് പണ്ട് ഭട്ടതിരിയുടെ ഇല്ലത്തിന് വടക്കുപുറേ ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴും അവിടെ ചെന്ന് നോക്കിയാൽ ആ സ്ഥലത്തിൻ്റെ കിടപ്പുകൊണ്ട് എൻ്റെ കഥാപ്രേമികൾക്ക് വളരെ വ്യക്തമാവണതാണ്. കാലടിയിൽ ഭട്ടതിരിമാർക്ക് പ്രത്യക്ഷമായിരുന്ന ഗണപതി പിന്നെ അങ്ങനെയല്ലാതെ ആയതിൻ്റെ കാരണം കൂടി പറയാതെ ഈ കഥ നിർത്താൻ എനിക്കാവില്ല. അത് വിചാരിച്ച് അതും കൂടി ഞാൻ പറഞ്ഞ് ഈ കഥ അങ്ങോട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. ഒരിക്കല് ഒരു കപ്പൽ കച്ചവടക്കാരൻ വിലപിടിച്ചവയായ അനേകം സമ്മാനങ്ങൾ കയറ്റിക്കൊണ്ട് വടക്ക് നിന്ന് തെക്കോട്ട് കൊണ്ടുപോയ ഒരു കപ്പല് സമുദ്രത്തിൽ താണുപോയി. കപ്പലിലുണ്ടായിരുന്നവർ മിക്ക പേരും ഒരുവിധം മരിക്കാതെ എങ്ങനെയൊക്കെയോ കരയ്ക്കടുത്തു. കപ്പലിൻ്റെ ഉടമസ്ഥനും മരിച്ചില്ല. കപ്പൽ ഛേദം കൊണ്ട് വളരെ നഷ്ടമുള്ളതിനാൽ കപ്പലിൻ്റെ ഉടമസ്ഥൻ വ്യസനിച്ചുകൊണ്ട് നടക്കുമ്പോൾ കാലടിയിൽ ഭട്ടതിരിക്ക് ഗണപതി പ്രത്യക്ഷമാണെന്നും അവിടെ ചെന്ന് പറഞ്ഞാൽ ഇതിനെന്തെങ്കിലും നിവൃത്തിയുണ്ടാക്കി തരുമെന്നും ആരോ അവനോട് പറഞ്ഞു. ഉടനെ ആ കപ്പൽ കച്ചവടക്കാരൻ കാലടിയിലെത്തി. ഭട്ടതിരിയെ കണ്ട് വിവരമെല്ലാം പറഞ്ഞു. അതിലുള്ള സാമാനങ്ങൾക്കൊന്നും നഷ്ടവും കപ്പലിന് കേടും കൂടാതെ കപ്പൽ ഉയർത്തിക്കൊടുത്താൽ കപ്പലിലുള്ള സാമാനത്തിൻ്റെ പകുതി വില ഭട്ടതിരിക്ക് കൊടുത്തേക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അത് കേട്ട ഉടനെ കപ്പൽ ഉയർത്തിച്ചു കൊടുത്തുകൊള്ളാമെന്ന് ഭട്ടതിരി അങ്ങോട്ട് സമ്മതിച്ചു. പിന്നെ ഗണപതിയുടെ അടുക്കൽ ചെന്ന് ഈ വിവരെല്ലാം അങ്ങോട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗണപതി പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത്തിരി പ്രയാസ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഈ കാര്യം സാധിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു പറഞ്ഞു പോയതാണ്. ഇത് ഏത് വിധവും നിർവഹിച്ചു തരണമെന്ന് അങ്ങോട്ട് നിർബന്ധിച്ചു പറഞ്ഞു. അത് കേട്ട ഉടനെ ഗണപതി പോയി സമുദ്രത്തിൽ മുങ്ങി കപ്പൽ തൻ്റെ ഒറ്റക്കൊമ്പ് കൊണ്ട് ഉയർത്തി കൊടുക്കുകയും കച്ചവടക്കാരൻ പറഞ്ഞിരുന്നത് പോലെയുള്ള ദ്രവ്യം ഭട്ടതിരിക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ശേഷം ഗണപതി ഭട്ടതിരിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ദ്രവ്യത്തിലുള്ള അത്യാഗ്രഹം കൊണ്ട് ഇന്നതേ പറയാവൂ എന്നില്ലാതെ ആയിരിക്കണു. ഞാൻ നിങ്ങൾ പറയുന്നത് പോലെയെല്ലാം ചെയ്തും കൊണ്ട് പ്രത്യക്ഷമായിട്ടിരുന്നിട്ടുണ്ടായിട്ടുള്ള അഹമ്മതി നിമിത്തമാണ്. അതിനാൽ ഇനി നിങ്ങൾ എന്നെ പ്രത്യക്ഷമായി കാണില്ല. എങ്കിലും നിങ്ങൾ എന്നെ വളരെ സേവിച്ചിട്ടുള്ളത് കൊണ്ട് ഇനിയും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു തന്നോളാം. ദുസ്സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ അന്യന്മാർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടും അത്യാഗ്രഹം നിമിത്തവും യാതൊന്നും എന്നോട് അപേക്ഷിക്കുകയും അരുത് എന്ന് പറഞ്ഞിട്ട് ഗണപതി അങ്ങോട്ട് മറയുകയും ചെയ്തു. അതിൽ പിന്നെ ആ ഇല്ലത്തുള്ളവര് ഗണപതിയെ
പ്രത്യക്ഷമായി കണ്ടിട്ടില്ല. എങ്കിലും അവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ കാലക്രമേണ ആ ഇല്ലത്തുള്ളവർക്ക് മുമ്പുണ്ടായിരുന്നവരെ പോലെയുള്ള തപശക്തിയും ഗണപതിയെക്കുറിച്ചുള്ള ഭക്തിയും സേവയും ഒക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോ കാര്യസിദ്ധികളും അങ്ങനെ തന്നെയായി തീർന്നു. എങ്കിലും കാലടിയിൽ ഗണപതിയുടെ ശക്തിയും മാഹാത്മ്യവും ഇന്നും അശേഷമില്ലാതെയായി എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കാലടിയിൽ ഭട്ടതിരിമാരുടെ മന്ത്രവാദം മറ്റുള്ള പാരമ്പര്യക്കാരായ മന്ത്രവാദികളുടെ മന്ത്രവാദത്തെക്കാൾ ഇപ്പോഴും ഫലിച്ചു തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ കലിയുഗം മൂത്തിരിക്കുന്ന ഇക്കാലത്ത് മുൻകാലങ്ങളിലെ പോലെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ പ്രയാസാണല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് കാലടിയിൽ ഭട്ടതിരി അഥവാ സൂര്യകാലടി എന്ന ആ മഹാമാന്ത്രികന്റെ കഥ ഞാൻ ഇവിടെ പൂർണ്ണമാക്കുന്നു. ഈ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.